ഹായ് ഓൾ, വെൽക്കം ടു വരാന്തറൈസ് മലയാളം യൂട്യൂബ് ചാനൽ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സജിത്ത് എന്നാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്ന സ്പോട്ടിംഗ് എറേഴ്സ് എന്ന ഭാഗത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ആയി ചോദിച്ചതും അല്ലാത്ത ക്വസ്റ്റ്യൻസുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഷീ ആക്റ്റഡ് നോട്ട് ആസ് പെർ മൈ അഡ്വൈസ് ബട്ട് സംബഡി എൽസ്. ഇതാണ് ഫസ്റ്റ് സെൻറ്റൻസ്. ഈ സെൻറ്റൻസിൽ എവിടെയെങ്കിലും എറർ ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സാധാരണ എല്ലാവരും എക്സാം ഹാളിൽ ഒരു സെൻറ്റൻസ് ഇങ്ങനെ കിട്ടിയാൽ അത് ഒന്നോ രണ്ടോ തവണ റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് നോക്കലാണ് പതിവ്. എന്നാൽ ഈ സ്പോട്ടിംഗ് എറേഴ്സ് മനസ്സിലാക്കി വരാനുള്ള കുറച്ച് ഐഡിയാസ് ഞാൻ പറഞ്ഞുതരാം. അതെന്ന് പറഞ്ഞാൽ, ഒരു സെൻറ്റൻസ് നമുക്ക് കിട്ടിയ ഉടൻ ഇതൊരു സെൻറ്റൻസാണ്. ഷീ ആക്റ്റഡ് നോട്ട് ആസ് പെർ മൈ അഡ്വൈസ് ബട്ട് സംബഡി എൽസ്. ഈ സെൻറ്റൻസിനകത്ത് നമുക്ക് അറിയാവുന്ന എലമെൻറ്റ്സ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യலாம். അതിന് എലമെൻറ്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഇതിനകത്ത് സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഷീയാണ്. അപ്പോൾ ഷീ എന്ന സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഷീ എന്നത് പ്രൊനൗണാണ്. അപ്പോൾ ആക്റ്റഡ് വെർബാണ്. ആസ് പെർ മൈ അഡ്വൈസ്. അപ്പോൾ അഡ്വൈസ് എന്ന വേർഡ്, ജസ്റ്റ് എ മിനിറ്റ്, ഓക്കെ. അപ്പോൾ ഷീ എന്നത് ഇവിടെ പ്രൊനൗണാണ്, സബ്ജക്റ്റാണ്, ആക്റ്റഡ് വെർബാണ്. ബാക്കിയുള്ളത് നോട്ട്, നെഗറ്റീവ് വേർഡാണ്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിനകത്ത് അടുത്ത് വരുമ്പോൾ ആസ് പെർ മൈ അഡ്വൈസ്. അഡ്വൈസ് എന്നത് നൗണാണ്. സോ ശ്രദ്ധിക്കുക, അഡ്വൈസ് എന്ന വേർഡിന് രണ്ട് സ്പെല്ലിംഗ് ഉണ്ട്. ഇപ്പോൾ ഫോർ ADVICE ഇതൊരു നൗൺ ഫോമാണ്. ADVISC. അപ്പോൾ SC വന്നാലേ അത് വെർബൽ ഫോം ആകത്തുള്ളൂ. ഇവിടെ ഇത് നൗണാണ്. അപ്പോൾ ഇത് നൗണാണെങ്കിൽ ഈ മൈ എന്നത് അഡ്ജക്റ്റീവാണ്. സോ എന്ത് അഡ്ജക്റ്റീവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊസസീവ് അഡ്ജക്റ്റീവ്. പൊസസീവ് അഡ്ജക്റ്റീവ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മൈ, അവർ, യോർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദിയർ. ഇവയാണ് പൊസസീവ് അഡ്ജക്റ്റീവ്. ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യുന്നത് എപ്പോഴും ഒരു നൗണിനെയാണ്. അപ്പോൾ ഇവിടെ ഷീ ആക്റ്റഡ് നോട്ട് ആസ് പെർ മൈ അഡ്വൈസ്. എൻ്റെ ഉപദേശപ്രകാരമല്ല അവൾ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അപ്പോൾ ബട്ട്, മറ്റ് ആരുടെയോ. അപ്പോൾ ഇവിടെ ഇത് തരുന്നത് മൈ അഡ്വൈസ് ഒരു പൊസഷനാണ്, ഒരു പൊസസീവ് സെൻസാണ്. അപ്പോൾ മറ്റ് ആരുടെയോ. അപ്പോൾ ഇതിനകത്ത് ബട്ട് സംബഡി എൽസസ് ഒരു എസ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോസ്ട്രോഫേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊസഷനെ കാണിക്കും. അതായത് എപ്പോഴും ഒരു നൗണിൻ്റെ പൊസഷൻ, ഒരു നൗൺ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അരുൺ, ദിസ് ഈസ് അരുൺസ് കാർ എന്ന് പറഞ്ഞാൽ ഇത് ആരിൻ്റെ കാർ, ഹൂസ് കാർ ഈസ് ദിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുൺസ് കാർ. അരുൺ എഴുതി അപ്പോസ്ട്രോഫേസ്. ഇതൊരു നൗണിൻ്റെ പൊസഷനാണ്. എന്നാൽ പ്രൊനൗണിന് പൊസഷൻ കൊടുക്കാറുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് ഹിസ് കാർ. ദിസ് ഈസ് ഹിസ് കാർ. കാറ് നൗണാണ്, ഹിസ് അഡ്ജക്റ്റീവാണ്, പൊസസീവ് അഡ്ജക്റ്റീവ്. അപ്പോൾ ഇത് അവൻ്റെ കാർ എന്ന സെൻസായി. അപ്പോൾ അടുത്ത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: ദിസ് കാർ ഈസ് ഹിസ്. ഇത് ആരുടെ കാറാണ്, അവൻ്റെ കാറാണ്. അപ്പോൾ ഈ ഹിസ് എന്നത് നൗണിനെ റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഇതും പൊസഷനാണ്, പക്ഷേ ഇത് പൊസസീവ് പ്രൊനൗണാണ്, ഇത് പൊസസീവ് അഡ്ജക്റ്റീവാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ സംബഡി എൽസ് എന്നേ ഉള്ളൂ. അതൊരു പ്രൊനൗണാണ്, അതിനൊരു പൊസഷൻ കൊടുക്കണം. അപ്പോൾ അതിന് പൊസഷൻ കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, അപ്പോസ്ട്രോഫേസ്. അതാണ് അവിടുത്തെ എറർ. ആ ഭാഗത്താണ് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഭാഗം. അവിടെ അപ്പോസ്ട്രോഫേസ്, അതായത് പൊസഷൻ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാകും. എങ്ങനെയാണ്? ഷീ ആക്റ്റഡ് നോട്ട് ആസ് പെർ മൈ അഡ്വൈസ്. എൻ്റെ ഉപദേശപ്രകാരമല്ല അവൾ പ്രവർത്തിക്കുന്നത്, പക്ഷേ മറ്റ് ആരുടെയോ. അപ്പോൾ സംബഡി എൽസസ്. ഓക്കെ, ക്ലിയർ? എനി ഡൗട്ട്? ഇതിനകത്ത് ഡൗട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വെൻ ഐ റീച്ച്ഡ് അറ്റ് ദ ഗേറ്റ് ഓഫ് ഹിസ് ഓഫീസ് ഐ ഫൗണ്ട് ഹിസ് ലോക്കിംഗ് അപ്പ് ദ ഗേറ്റ് നോയർ. ഇതാണ് ഒരു സെൻറ്റൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പെട്ടെന്ന് അനലൈസ് ചെയ്യാം. ഇതിനകത്ത് ഇപ്പോൾ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് വെന്നാണ്. അപ്പോൾ വെൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പലപ്പോഴും കൺജങ്ഷനായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു കണക്റ്റീവ് വേർഡാണ്. കൺജങ്ഷനാണ്, കണക്റ്റീവ് വേർഡാണ്. ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്, ഫസ്റ്റ് സബ്ജക്റ്റ് പാർട്ട് ഐ ആണ്. അപ്പോൾ ഇതൊരു പ്രൊനൗണാണെന്നറിയാം. റീച്ച്ഡ് വേർബാണ്, അറ്റ് പ്രീപോസിഷനാണ്. വീണ്ടും ആർട്ടിക്കിൾ അല്ലെങ്കിൽ അതിനെ ഡിറ്റർമിനർ എന്ന് വിളിക്കാം. അറ്റ് ദ ഗേറ്റ് ഓഫ് ഹിസ് ഓഫീസ്. ഓഫീസ് എന്നത് നൗണാണ്.
ഹിസ്, അപ്പോൾ ഹിസ് ഓഫീസ്, ഓഫീസ് നൗൺ ആണെങ്കിൽ ഹിസ് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. പൊസസീവ് അഡ്ജക്റ്റീവ് നമ്മൾ നേരത്തെ അത് ലിസ്റ്റ് ചെയ്തതാണ്. പിന്നെ വീണ്ടും അതുകൂടെ തീരുന്നില്ല ആ സെൻറ്റൻസ്. ഐ ഫൗണ്ട്, ഐ എന്താ വീണ്ടും പ്രൊനൗണാ, അതൊരു സബ്ജക്റ്റ് സെൻസാണ്, പ്രൊനൗണാണ്. ഫൗണ്ട് വേർബാണ്. ഹിസ് ലോക്കിംഗ് അപ്പ് എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, ഒരു എക്സാമ്പിൾ, അരുൺ ഈറ്റ്സ് മാംഗോസ്, ഇതൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഇതിനകത്ത് അരുൺ എന്നത് നൗണാണ് ആസ് വെൽ എസ് സബ്ജക്റ്റ് ആണ്. ഈറ്റ്സ് വേർബാണ്. മാംഗോസും നൗണാണ് ആസ് വെൽ എസ് ഒബ്ജക്റ്റ് ആണ് ഈ സെൻറ്റൻസിൽ. ഈ സെൻറ്റൻസിനെ ഒന്ന് മാറ്റിക്കുറിച്ചാൽ നമുക്കിങ്ങനെ എഴുതാം, ഹീ ഈറ്റ്സ് ദം. അതായത് അരുണിന് പകരം ഒരു വേർഡ് കൊടുത്തു, ഹി, അതായത് നൗണിനെ റീപ്ലേസ് ചെയ്യുന്ന വേർഡാണ് പ്രൊനൗൺ എന്നറിയാം. ഈറ്റ്സ് ഇവിടെ വെർബ് തന്നെയാണ്. മാംഗോസിന് പകരം എന്ത് ചെയ്തു, ദം എഴുതി. അതായത് ഇത് സബ്ജക്റ്റ്, ഇത് വേർബ്, ഇത് ഒബ്ജക്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വെർബ് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് കേസ് പ്രൊനൗണാണ് അപ്ലൈ ചെയ്യുക. ഒബ്ജക്റ്റീവ് കേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ സബ്ജക്റ്റീവ് കേസാണ്. അതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മിയ. വി സബ്ജക്റ്റാണ്, അതിൻ്റെ ഒബ്ജക്റ്റ് അസ്. യുവിൻ്റെ സബ്ജക്റ്റും ഒബ്ജക്റ്റും യു തന്നെയാണ്. ഹീൻ്റെ ഒബ്ജക്റ്റ് വരുമ്പോൾ ഹിമ. ഷീൻ്റെത് ഹെർ. ഇറ്റിൻ്റെത് ഇറ്റ്. ദേയിൻ്റെത് ദമ്മ. ഇങ്ങനെയാണ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ ഓരോ സെൻറ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ ആദ്യം നമ്മൾ നോർമലി സെൻറ്റൻസിൽ കുറിക്കുക സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് ഫോംസ് ആണ് ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. പ്രൊനൗണിൻ്റെ, പേഴ്സണൽ പ്രൊനൗണിൻ്റെ സബ്ജക്റ്റ് സെൻസ് അവയൊക്കെയാണ്. എന്നാൽ സബ്ജക്റ്റ് എഴുതി വേർബ് കഴിഞ്ഞാൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് സബ്ജക്റ്റ് ഫോം അല്ല, ഒബ്ജക്റ്റ് ഫോം. അപ്പോൾ ഇവിടെ മാംഗോസിന് പകരം നമ്മൾ എന്താ എഴുതിയത്, ദമ്മെന്ന് എഴുതിയ, ദേ എന്നല്ല. ദേ എന്ന് എഴുതുന്നത് തെറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കുമ്പോൾ നോക്കൂ, ഐ ഫൗണ്ട് ഹിസ് ഇതെഴുതിയേക്കണം. അപ്പോൾ ഹിസ് എന്ത് ഫോമല്ല, അത് ഒബ്ജക്റ്റ് ഫോമല്ല. അതായത് ഇപ്പോൾ ഇതേണ്ട ഇത് ഹി എന്ന സബ്ജക്റ്റിൻ്റെ പൊസസീവ് ഫോമാണ് ഹിസ്. അതായത് പൊസസീവ് ഫോം പറയുമ്പോൾ, പൊസസീവ് കേസ് പറയുമ്പോൾ രണ്ട് ടേമുണ്ട്, പൊസസീവ് അഡ്ജക്റ്റീവുമുണ്ട്, പൊസസീവ് പ്രൊനൗണുമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഹിസ് എന്നത് പൊസസീവ് പ്രൊനൗണും ആകാറുണ്ട്, പൊസസീവ് അഡ്ജക്റ്റീവ് ആകാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പൊസസീവ് പ്രൊനൗൺ ആകണമെങ്കിൽ ഞാൻ നേരത്തെ എഴുതിയ എക്സാമ്പിൾ തന്നെ ആവർത്തിക്കുക. ദിസ് കാർ ഈസ് ഹിസ്. ദിസ് കാർ ഈസ് ഹിസ്. അപ്പോൾ ഈ ഹിസ് പൊസസീവ് പ്രൊനൗണാണ്, കാരണം അത് നൗണിനെ എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തേക്കാം. അപ്പോൾ അത് പൊസസീവ് പ്രൊനൗണാണ്. എന്നാൽ മറ്റൊരു സെൻറ്റൻസ് എഴുതിയാൽ ദിസ് ഈസ് ഹിസ് കാർ. ദിസ് ഈസ് ഹിസ് കാർ. അപ്പോൾ കാർ നൗണാണ്, ഹിസ് അഡ്ജക്റ്റീവാണ്, അതും ഓണർഷിപ്പിനെ കാണിക്കുന്നത്, അപ്പോൾ പൊസഷനാണ്. അപ്പോൾ ഈ ഹിസ് എന്നത് ഒരു പൊസസീവ് സെൻസിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പൊസസീവ് കേസിൻ്റെ ഭാഗമാണ്. നമ്മൾ വെർബ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്ജക്റ്റ്, വെർബ് കഴിഞ്ഞാൽ യൂസ് ചെയ്യേണ്ടത് ഒബ്ജക്റ്റീവ് കേസാണ്. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് ഐ ഫൗണ്ട് ഹിം ലോക്കിംഗ് അപ്പ് ദ ഗേറ്റ്. ആ ഭാഗത്താണ് എറർ. അതായത് നമ്മൾ എപ്പോഴും ഓർക്കുക, സബ്ജക്റ്റ് കഴിഞ്ഞ് വെർബ് കഴിഞ്ഞ് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രൊനൗണിൻ്റെ ഒബ്ജക്റ്റ് ഫോം എഴുതാം. എന്നാൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, ഐ ലൈക്ക് മൈ കാർ, അങ്ങനെ എഴുതാം. അല്ലാണ്ട് ഐ ലൈക്ക് മൈ എന്ന് മാത്രം കൊണ്ട് എഴുതി തീർക്കരുത്. കാരണം മൈ ഒരു അഡ്ജക്റ്റീവ് സെൻസാണ്. അഡ്ജക്റ്റീവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പൊസസീവ് അഡ്ജക്റ്റീവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നൗൺ എഴുതണം. ഐ ലൈക്ക് മൈ കാർ എന്ന സെൻറ്റൻസ് ഓക്കെയാണ്. പക്ഷേ ഇവിടെ ഐ ഫൗണ്ട് ഹിസ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഐ ഫൗണ്ട് ഹിം ലോക്കിംഗ് അപ്പ് ദ ഗേറ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ ആ ഭാഗം ശരിയാകും. അപ്പോൾ ഇതിനകത്ത് എറർ സി പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: all the girl students are advised to attend the seminar positively.
4 ഭാഗങ്ങളായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓൾ ദ ഗേൾ സ്റ്റുഡൻസ് എ പാർട്ട്, സെക്കൻഡ് പാർട്ട് ആർ അഡ്വൈസ്ഡ് ടു, ദ ബി പാർട്ട് അഡ്വൈസ്ഡ് ടു വരെ, ദ സി പാർട്ട് അറ്റൻഡ് ദ സെമിനാർ പോസിറ്റീവ്ലി, ഫോർത്ത് പാർട്ട് ആസ് യൂഷ്വൽ നോയറ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾ ദ ഗേൾസ് സ്റ്റുഡൻസ്, ഇതാണ് അതിലെ സബ്ജക്റ്റ് പാർട്ട്. അപ്പോൾ ഇതിനകത്ത് സ്റ്റുഡൻസ് നൗണാണ്, ഓക്കെ, ഗേൾസും നൗണാണ്. അപ്പോൾ 2 നൗൺ ചേർത്തിരിക്കുക, അപ്പോൾ അതൊരു കോമ്പൗണ്ട് നൗണായി. ദ ഡിറ്റർമിനറാണ്, ഓൾ അതൊരു പ്രൊനൗണിൻ്റെ ഫോമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആർ അഡ്വൈസ്ഡ് ടു, ഇത് വെർബിൻ്റെ പാർട്ടാണ്. ആർ അഡ്വൈസ്ഡ് ടു അറ്റൻഡ്, ഇത്രയും വെർബിൻ്റെ ഒരു സെഷനായി. പിന്നെ ദ സെമിനാർ പോസിറ്റീവ്ലി, സെമിനാർ വീണ്ടും നൗണാണ്, ദ ഡിറ്റർമിനറാണ്. അപ്പോൾ ബാക്കിയുള്ളത് നോയർ, ഓക്കെ, നോയറാണ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഓൾ ദ ഗേൾസ് സ്റ്റുഡൻസ് എന്നാണ്. അപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഒരു നൗണാണ്, സ്റ്റുഡൻറ്റ് നൗണാണ്, ഒരു കോമൺ നൗണാണ്. അപ്പോൾ അതിൻ്റെ പ്ലൂറൽ സ്റ്റുഡൻസ് ആണ്, ഓക്കെ, സ്റ്റുഡൻറ്റിൻ്റെ പ്ലൂറൽ സ്റ്റുഡൻറ്റിൻ്റെ പ്ലൂറൽ സ്റ്റുഡൻസ് ആണ്, അതൊരു കോമൺ നൗൺ. ഇനി സ്റ്റുഡൻറ്റ് ആൺകുട്ടിയുമാകാം പെൺകുട്ടിയുമാകാം, ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കുക, ബോയ് സ്റ്റുഡൻറ്റ്, ഓക്കെ. ഇപ്പോൾ അത് ആൺ വിദ്യാർത്ഥി എന്ന സെൻസിലോട്ട് മാറി. അതിൻ്റെ പ്ലൂറൽ ചെയ്യാൻ ഇതൊരു കോമ്പൗണ്ട് നൗണാണ്, 2 നൗണാണ്, 2 നൗൺ ചേർത്തിട്ട് ഒരു സെഷനാക്കി, ഒരു നൗണായി. അപ്പോൾ അതിനെ പ്ലൂറൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഈ സ്റ്റുഡൻസ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് എന്ന ഭാഗത്ത് മാത്രം പ്ലൂറൽ കൊടുത്താൽ മതി. അപ്പോൾ ബോയ് സ്റ്റുഡൻറ്റിൻ്റെ പ്ലൂറൽ ബോയ് സ്റ്റുഡൻസ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഗേൾ സ്റ്റുഡൻറ്റിൻ്റെ പ്ലൂറൽ ഗേൾ സ്റ്റുഡൻസ് എന്നാണ്, അല്ലാണ്ട് ഗേൾസ് സ്റ്റുഡൻസ് എന്നല്ല. പക്ഷേ മറ്റൊരു വേർഡ് ശ്രദ്ധിച്ചോളണം. ഫോർ എക്സാമ്പിൾ ടീച്ചർ കോമൺ നൗണാണ്, അത് നമുക്കറിയാം. മെയിൽ ടീച്ചറുമുണ്ട്, ഫീമെയിൽ ടീച്ചറുമുണ്ട്. അപ്പോൾ മാൻ ടീച്ചർ, ഓക്കെ, ഇതിൻ്റെ പ്ലൂറൽ എടുക്കുമ്പോൾ 2 ഭാഗത്തും പ്ലൂറലൈസ് ചെയ്യണം, 2 നൗണിനകത്ത്. അപ്പോൾ മെൻ ടീച്ചേഴ്സ് എന്നാകണം അതിൻ്റെ പ്ലൂറൽ. അതുപോലെ തന്നെ എപ്പോഴും വരാറുള്ളതാണ് വുമൺ ടീച്ചർ, അതിൻ്റെ പ്ലൂറൽ പറയുമ്പോൾ 2 ഭാഗത്തും വിമൻ ടീച്ചേഴ്സ് എന്ന് തന്നെ എഴുതണം, ഓക്കെ. ഇത് ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക, ഇതും ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് ഓൾ ദ ഗേൾസ് സ്റ്റുഡൻസ് 2 നൗണിലും പ്ലൂറൽ ആക്കണ്ട, സ്റ്റുഡൻസ് ഇതിൽ പ്ലൂറലാക്കിയാൽ മതി. ഓൾ ദ ഗേൾ സ്റ്റുഡൻസ് എന്ന് എഴുതി കഴിയുമ്പോൾ ആ ഭാഗം ശരിയാകും. അപ്പോൾ ഇവിടെ തെറ്റ് ഓൾ ദ ഗേൾസ് സ്റ്റുഡൻസ് എന്ന ഭാഗമാണ്. ക്ലിയർ? എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, നമുക്ക് മുന്നിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ദ 4th ക്വസ്റ്റ്യൻ, he could not complete even the 2/3 of the book owing to her busy schedule. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതുപോലെ തന്നെ സെൻറ്റൻസിലെ എലമെൻറ്റ്സ് പെട്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അല്ലാണ്ട് സെൻറ്റൻസ് ചുമ്മാ വായിച്ചിരിക്കലല്ല, സെൻറ്റൻസ് വായിക്കുന്നതിനുപരി അതിനകത്തുള്ള എലമെൻറ്റ്സ് പെട്ടെന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും ഒരു കൺവീനിയൻറ്റ് മെത്തേഡ്. വളരെ വേഗത്തിൽ നമുക്ക് എവിടെയാണ് ഏത് എലമെൻറ്റിലാണ് തെറ്റുണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഹി കുഡ് നോട്ട് കംപ്ലീറ്റ് ഈവൻ ദ 2/3 ഓഫ് ദ ബുക്ക് ഓയിങ് ടു ഹെർ ബിസി ഷെഡ്യൂൾ. ഇതാണ് സെൻറ്റൻസ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ തന്നെ ഹി പ്രൊനൗണാണ്, കുഡ് നോട്ട് കംപ്ലീറ്റ് വെർബിൻ്റെ ഒരു സെഷൻ, കുഡ് ഓക്സിലറി നോട്ട് നെഗറ്റീവ് വേർഡ്, കംപ്ലീറ്റ് വേർബ്, ഈവൻ ദ 2/3. ഇത് ശ്രദ്ധിക്കൂ, നമ്മളെപ്പോഴും മനസ്സിലാക്കുക 1, 2. 1 means singular, 2 mean plural. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലൂറൽ എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാവരും പറയാറുണ്ട് മോർ ദാൻ വൺ. അത് അങ്ങനെ ഒരു സെൻസ് തെറ്റാണ്. കാരണം
മോർ ദാൻ വൺ ആകുമ്പോൾ അതിൽ കറക്റ്റ് ഡെഫിനിറ്റ് നമ്പർ വേണം. ഇംഗ്ലീഷിനകത്ത് നമ്പർ എന്നൊരു സെഷനുണ്ട്. നമ്പർ രണ്ടെണ്ണമേ ഉള്ളൂ ഇംഗ്ലീഷിൽ, സിംഗുലർ ആൻഡ് പ്ലൂറൽ. സോ പ്ലൂറൽ പറയണമെങ്കിൽ കൃത്യമായി രണ്ടെണ്ണം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ വൺ ബോയ് എന്നാണ് നമ്മൾ പറയാം. ഒരിക്കലും വൺ ബോയ്സ് എന്ന് പറയാറില്ല, തെറ്റാ. കാരണം വണ്ണ് സിംഗുലറാണ്, അപ്പോൾ ബോയ് എന്നത് ഒരു സിംഗുലർ നൗണായി. അപ്പോൾ ബോയ് ഇവിടെ നൗണും വൺ ഇവിടെ അഡ്ജക്റ്റീവ് സെഷനിലോട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇനി ഈ വണ്ണിൻ്റെ ഭാഗത്ത് ടു ആണെങ്കിൽ ടു ബോയ്സ് എന്ന് എഴുതാൻ പറ്റൂ. ഒരിക്കലും ടു ബോയ് പറയത്തില്ല. അപ്പോൾ ബോയ്സ് നൗണും ടു എന്തുവാ കാർഡിനൽ അഡ്ജക്റ്റീവായി മാറി, അതായത് ന്യൂമറൽ അഡ്ജക്റ്റീവായി മാറി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചാൽ ഈവൻ ടു എന്ന് പറഞ്ഞാൽ പ്ലൂറൽ. സോ 2/3 എന്നല്ല 2/3 ഓഫ് ദ ബുക്ക് എന്ന് എഴുതി കഴിഞ്ഞാൽ ആ ഭാഗം ശരിയാകും. അപ്പോൾ തെറ്റ് ഇവിടെയാണ്. 2/3 എന്നല്ല പറയേണ്ടത്, 2/3. 1/3 കറക്റ്റാണ്, 1/3. ഓക്കെ, നമ്മളെപ്പോഴും യൂസ് ചെയ്യാറുള്ള ഇവിടെയാണ് 3/4. അപ്പോൾ 3/4 എന്നല്ല പറയേണ്ടത്, 3/4 അതാണ് കറക്റ്റ് ആപ്ലിക്കേഷൻ. കാരണം 3 പ്ലൂറലാണ്. അപ്പോൾ പ്ലൂറൽ കഴിഞ്ഞാൽ അടുത്ത് വരുന്ന നൗൺ പാർട്ട് അത് പ്ലൂറലൈസ് ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് 1 സിംഗുലർ 2 ഓൾവേസ് പ്ലൂറൽ. അപ്പോൾ 1 ബോയ് എന്നാണ് പറയുക, ഒരിക്കലും നമ്മൾ 1 ബോയ്സ് എന്ന് പറയില്ല. അതുപോലെ തന്നെയാണ് എയും ആനും ആർട്ടിക്കിൾ. ഇത് രണ്ടും ഈ രണ്ട് ആർട്ടിക്കിളും ഒന്ന് എന്ന സെൻസ് ഓഫ് മീനിങ് അതിരിക. ഫോർ എക്സാമ്പിൾ എ കാർ, ആൻ എഗ്, ഒന്ന് എന്ന സെൻസാണ്. അതുപോലെ തന്നെയാണ് വൺ എന്ന ഏകകം. ഓക്കെ, അപ്പോൾ അവിടെ വൺ എന്നത് സിംഗുലർ ആയതുകൊണ്ട് പിന്നെ അടുത്ത് ഉപയോഗിക്കേണ്ട നൗണും എന്തായിരിക്കണം, സിംഗുലർ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇവിടെ 2 ആ യൂസ് ചെയ്യിക്കുന്നത്. അപ്പോൾ 2/3 എന്നല്ല 2/3 എന്ന് പറയുമ്പോൾ ആ ഭാഗം ശരിയായി വരും. അപ്പോൾ ആ എറർ ബി പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. The board of directors want the facilities of a vehicle and accommodation for itself. ഇതാണ് സെൻറ്റൻസ് മുഴുവനായി. ഇതിനകത്ത് എവിടെയെങ്കിലും തെറ്റുണ്ടോ ഇല്ലയോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കൂ, ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നമ്മൾ എപ്പോഴും ഇത് കണ്ട ഉടൻ മെജോറിറ്റി ആൾക്കാർ പെട്ടെന്ന് ഇതിൻ്റെ ആൻസറിലേക്ക് പോകുന്നത് ബി പാർട്ട് തെറ്റെന്നായിരിക്കും. ഓക്കെ, കാരണം ഇതിനെ നമ്മൾ ഒരു കളക്റ്റീവ് നൗൺ സിംഗുലറൈസ് ആക്കാനുള്ള ടെൻഡൻസി കൂടും. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് സെൻസാണ്, ഒരു കളക്റ്റീവ് നൗണാണ്. പക്ഷേ ആ കളക്റ്റീവ് നൗൺ ചിലപ്പോൾ അത് പെയറായി നിൽക്കും, ചിലപ്പോൾ അത് ഡിസ്പേഴ്സ്ഡ് സെൻസുമാകും. അപ്പോൾ ഇവിടെ നോക്കൂ, ബാക്കി അത് റെസ്റ്റ് ഓഫ് സെൻറ്റൻസ് വായിച്ചിട്ടേ മനസ്സിലാക്കാവൂ. അപ്പോൾ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വാണ്ട് ദ ഫെസിലിറ്റീസ് ഓഫ് വെഹിക്കിൾ ആൻഡ് അക്കോമഡേഷൻ. അപ്പോൾ ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരിക്കലും ഒരാളല്ല, ഒന്നിലധികം പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് വെഹിക്കിൾ, സെപ്പറേറ്റ് അക്കോമഡേഷൻ എന്ന സെൻസാണ്. ഓക്കെ, അപ്പോൾ അത് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വാണ്ട് എന്ന് തന്നെയാണ്, അവിടെ വാണ്ട്സ് എന്ന് എഴുതരുത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം ശരി തന്നെയാണ്. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വാണ്ട് ഫെസിലിറ്റീസ് ഓഫ് വെഹിക്കിൾ ആൻഡ് അക്കോമഡേഷൻ ഫോർ itself അല്ല, themselves. ഓക്കെ, ആ റിഫ്ലക്സീവ് പ്രൊനൗൺ അവിടെ അപ്ലൈ ചെയ്യണം. അതായത് themselves യൂസ് ചെയ്യുന്നത് അവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്ലൂറല്ല. ഓക്കെ, ഇവിടെ പ്ലൂറൽ സെൻസാണ്. അവരൊരു യൂണിറ്റായിട്ടല്ല നിൽക്കുന്നത്, അവരൊരു മീറ്റിംഗ് കൂടലല്ല, ഒരുമിച്ചിരുന്നൊരു ഡിസ്കഷൻ അല്ല അവിടെ നടക്കുന്നത്. ഓക്കെ, അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് അവർ എന്ത് ചെയ്യുക, ആവശ്യപ്പെടില്ല. അപ്പോൾ അത് സെപ്പറേഷനാണ്. ഓക്കെ, ഡിസ്പോസ്ഡ് സെൻസ്. അപ്പോൾ അത് സെൻസ് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ. അപ്പോൾ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വാണ്ട് ദ ഫെസിലിറ്റീസ് ഓഫ് എ വെഹിക്കിൾ ആൻഡ് അക്കോമഡേഷൻ ഫോർ ഇറ്റ്സെൽഫ് അല്ല, ദംസെൽവ്സ്. ഓക്കെ, ആ ഭാഗത്താണ് തെറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, മുന്നിലേക്ക് പോവാം. ദെൻ 6th one, ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് സെൻറ്റൻസ്. ഹി ഹാസ് ഓർഡേഡ് 2 dozens of copies of English book by Mr. Jain. No error. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെൻറ്റൻസിലെ ഓരോ ഭാഗങ്ങളായിട്ട് അനലൈസ് ചെയ്ത് വന്നാൽ ഹി ഹാസ് ഓർഡേഡ്, അത്രയും ഭാഗത്ത് തെറ്റില്ല. ഹി സിംഗുലറാണ്, ഹാസ് സിംഗുലറാണ്, ഓർഡേഡ് V3 ഫോമാണ്, നോ ഇഷ്യൂ. ഹി ഹാസ് ഓർഡേഡ് 2
ഡസൺസ് ഓഫ് കോപ്പീസ്. തൊട്ട് മുമ്പേ ഞാൻ പറഞ്ഞേ ഉള്ളൂ, ടു വന്നു കഴിഞ്ഞാൽ അത് പ്ലൂറൽ സെൻസിലേക്ക് കൊണ്ടുവരണം. എന്നാൽ ചില വാക്കുകൾ ഡസൺ, 100, 1000 ഇങ്ങനെയുള്ള ചില വാക്കുകൾ നമുക്കിങ്ങനെ പറയാം. ഡസൺസ് ഓഫ് there are dozens of books. ഇങ്ങനെ പറയാം, there are dozens. ഓക്കെ, പക്ഷേ ഈ ഡസൺ, 100, 1000 ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടെ എഴുതാം. ഡസൺ, 100, 1000 ഇവയ്ക്കൊപ്പം നമ്പേഴ്സ് എന്ന എങ്ങാനും ഇപ്പുറത്തേക്ക് ഡിറ്റർമൈൻ ചെയ്താൽ, ഓക്കെ, അഡ്ജക്റ്റീവ് സെൻസിലേക്ക് വന്നാൽ ഒരു നമ്പർ ഇപ്പോൾ 1 എന്നോ 2 എന്നോ ഒക്കെ വന്നാൽ, ഇപ്പോൾ 100s എന്നല്ല പറയുക, 100 rupees എന്നാ പറയാം. തൊട്ടടുത്ത നൗണിനെ പ്ലൂറലാക്കും. ഓക്കെ, ഏതാ? ഡസൺ, 100, 1000. അപ്പോൾ 2000 പീപ്പിൾ പ്ലൂറലാക്കി. ഓക്കെ, അപ്പോൾ 2 ഡസൺ പെൻസിൽസ് അങ്ങനെ എഴുതലുള്ളൂ. ഓക്കെ, അല്ലാണ്ട് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ വേണം എഴുതാം. എന്താ? ഡസൺസ് ഓഫ് ബുക്സ് അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ, തൗസൻഡ്സ് ഓഫ് പീപ്പിൾ. അത് തെറ്റല്ല. പക്ഷേ ഇവ മൂന്ന് കാര്യങ്ങൾക്ക് മുന്നിൽ ഒരു നമ്പർ ആഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു നമ്പർ അത് ശ്രദ്ധിച്ചാൽ മതി. 500 റുപ്പിയല്ല, റുപ്പീസാണ്. ഓക്കെ, അപ്പോൾ 100ന് മുൻപിൽ ഒരു നമ്പർ ആഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നൗണിനെ എന്ത് ചെയ്യുള്ളൂ? പ്ലൂറലൈസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 ഡസൺസ് ഓഫ് കോപ്പീസ് എന്നത് തെറ്റായ ഭാഗമാണ്. 2 ഡസൺ ഓഫ് കോപ്പീസ്. അപ്പോൾ ഇവിടെ എസിൻ്റെ ആവശ്യമില്ല, അതായത് അത് പ്ലൂറലാക്കരുത്. ഇനി ഈ 2 എന്ന നമ്പർ ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡസൺസ് ഓഫ് കോപ്പീസ് എന്നത് ശരിയായ ഭാഗമാണ്. പക്ഷേ ഇവിടെ ഒരു നമ്പർ ഉണ്ട്, ദർ ഇസ് എ നമ്പർ. ആ നമ്പർ വന്നാൽ പിന്നെ ഇതിനെ അല്ല നമ്മൾ പ്ലൂറലൈസ് ചെയ്യേണ്ടത്, തൊട്ടടുത്തുള്ള ഒരു നൗൺ ഫോം ഉണ്ടാവും, ആ ഭാഗത്തെ പ്ലൂറലൈസ് ചെയ്യാം. ഓക്കെ, അതിനുള്ളത് ഈ വേർഡ്സ് ഓർത്തിരിക്കുക. ഏതാ? ഡസൺ, 100, 1000. ഇവ നോർമലി നമുക്ക് അവയെ പ്ലൂറൽ എഴുതാം. ഇപ്പോൾ എന്തുകൊണ്ടോ ഇങ്ങനെ there are dozens of books എന്ന് എഴുതാം. പക്ഷേ ഒരു നമ്പർ അപ്ലൈ ചെയ്താൽ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു നൗൺ നമുക്ക് എഴുതേണ്ടതായി വരും. ആ നൗണിനെ മാത്രം പ്ലൂറലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം, മുന്നിലേക്ക് പോവാം. ഓക്കെ, ആ സെൻറ്റൻസ് ഇങ്ങനെയാണ്. there were 10 active workers and 4 lazy one in the factory. ഓക്കെ, അപ്പോൾ ഇത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ there were 10 active workers എന്ന് ചോദിക്കുമ്പോൾ there actually a subject, a dummy subject, were auxiliary അല്ല, here acted as main verb. 10 active workers. അപ്പോൾ ഇതിനകത്ത് റിയൽ സബ്ജക്റ്റ് പാർട്ട് ഇതായി. 10 ആക്റ്റീവ് വർക്കേഴ്സ് നൗണാണ്. ആ നൗൺ പ്ലൂറലാണ്, പ്ലൂറൽ നൗണാണ്. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ അത് അഡ്ജക്റ്റീവ് സെൻസായി. പിന്നെ എന്താ? 10ഉം അഡ്ജക്റ്റീവായി, അത് ന്യൂമറൽ അഡ്ജക്റ്റീവായി. ആൻഡ് കണക്റ്റഡായി. 4 ലേസി വൺ ഇവിടെ പ്രൊനൗൺ, അതായത് ഒരു അഡ്ജക്റ്റീവ് അല്ലല്ല പ്രൊനൗൺ സെൻസായി. ലേസി ലേസി അഡ്ജക്റ്റീവായി. 4 ന്യൂമറൽ അഡ്ജക്റ്റീവായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ 4 എന്നത് നമുക്കറിയാം അത് പ്ലൂറലാണ്. 2 ആയിക്കഴിഞ്ഞാൽ തന്നെ പ്ലൂറൽ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ 10 ആക്റ്റീവ് വർക്കേഴ്സ് അത് പ്ലൂറലാണ്, 10 ആക്റ്റീവ് വർക്കേഴ്സ്. ഇവിടെ 4 ലേസി 1. അപ്പോൾ ആ ഭാഗമാണ് തെറ്റ്. 4 ലേസി 1, കാരണം 1 സിംഗുലറാ, ഇവിടെ 4 തമ്മിൽ എഗ്രിയബിൾ അല്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 1ൻ്റെ പ്ലൂറൽ എടുക്കുമ്പോൾ വൺസ്. അപ്പോൾ 4 ലേസി വൺസ് എന്ന ഭാഗം എഴുതി കഴിയുമ്പോൾ ശരിയാവും. അപ്പോൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചോണ്ടേ, ഈ 1ൻ്റെ പ്ലൂറൽ വൺസാണ്. പക്ഷേ ചിലപ്പോൾ
ഇങ്ങനെ കാണാറുണ്ട്. വൺ കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി എസ് ഇടാറുണ്ട്. അത് എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൺ ഷുഡ് ഒബേ വൺസ് റൂൾസ്. ഓക്കെ, ഇത് പൊസസീവ് കേസാണ്. വൺ ഒരു ഇൻഡെഫിനിറ്റ് പ്രൊനൗണാണ്. ആ ഇൻഡെഫിനിറ്റ് പ്രൊനൗണിൻ്റെ പൊസഷൻ എഴുതുമ്പോഴാണ് വണ്ണും അപ്പോസ്ട്രോഫേസ് ഇടുന്നത്. പക്ഷേ വണ്ണിൻ്റെ പ്ലൂറൽ ഇങ്ങനെ എഴുതാവും, അപ്പോസ്ട്രോഫേസ് ഇടരുത്, എന്നാൽ പൊസസീവ് സെൻസിലേക്ക് മാറും. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോർ ലേസി വൺസ് ഇൻ ദ ഫാക്ടറി. എനി ഡൗട്ട്? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ, ടൈംസ് ഓഫ് ഇന്ത്യ ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ന്യൂസ് പേപ്പർ ദീസ് ഡേയ്സ്. നോ എറർ. ഓക്കെ, നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന ന്യൂസ് പേപ്പറിൻ്റെ പേരുമായിട്ടാണ്. ഈ ന്യൂസ് പേപ്പർ കൃത്യമായി പറയേണ്ടത് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ന്യൂസ് പേപ്പർ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായിക്കോ, ടൈംസ് ഓഫ് ഇന്ത്യ എന്നത് ന്യൂസ് പേപ്പറിൻ്റെ പേരാണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഒരു സെൻറ്റൻസ് ഞാൻ എഴുതുകയാണ്. ദിസ് ഈസ് എ പെൻസിൽ. ഈ സെൻറ്റൻസിൽ നോക്കിയാൽ ദിസ് പ്രൊനൗണാണ്, ഇസ് മെയിൻ വെർബാണ് ഇവിടെ, എന്നത് ആർട്ടിക്കിളാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഡിറ്റർമിനറാണ്, പെൻസിൽ നൗണാണ്. അപ്പോൾ നോർമലി ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത് ബിഫോർ നൗണാണ്. അപ്പോൾ ആർട്ടിക്കിളിൻ്റെ ഉപയോഗം തന്നെ നൗണിനെ പുറകിൽ അല്ലെങ്കിൽ നൗണിനോടൊപ്പം എഴുതുകയല്ല. അതായത് നൗണിന് മുന്നേ എഴുതാനാണ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുക, നൗണിനോടൊപ്പം. അങ്ങനെയാണെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ എന്നത് ഒരു നൗണാണ്, ന്യൂസ് പേപ്പറിൻ്റെ പേരാണ്. ആ ന്യൂസ് പേപ്പറിൻ്റെ പേരിൻ്റെ മുൻപിൽ ആർട്ടിക്കിളായ ദ ഉപയോഗിക്കണം. അതായത് ആർട്ടിക്കിൾ നമുക്കറിയാം എ ഉണ്ട്, ആനുണ്ട്. എയും ആനും യൂസ് ചെയ്യുന്നത് ഒരു വേർഡിൻ്റെ അല്ലെങ്കിൽ ഒരു നൗണിൻ്റെ സൗണ്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ എയും ആനും യൂസ് ചെയ്യുന്നത്. ദ യൂസ് ചെയ്യുന്നതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിലൊരു കണ്ടീഷനാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ന്യൂസ് പേപ്പറിൻ്റെ പേരിൻ്റെ മുന്നിൽ എന്തുപയോഗിക്കണം? ദ ഉപയോഗിക്കണം. കൂടാതെ ഡെസേർട്ടിൻ്റെ പേരാണെങ്കിൽ, ട്രെയിനിൻ്റെ പേരാണെങ്കിൽ, ഷിപ്പിൻ്റെ പേരാണെങ്കിൽ, മോണ്യുമെൻറ്റിൻ്റെ പേരാണെങ്കിൽ, പിന്നെ യൂസ് ചെയ്യുന്നത് ഡെസേർട്ട്, ട്രെയിൻ, ഷിപ്പ്, മോണ്യുമെൻറ്റ്, എയർക്രാഫ്റ്റിൻ്റെ പേരാണെങ്കിൽ, പിന്നെ ഫോറസ്റ്റിൻ്റെ പേരാണെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള പേരുകൾ വന്നു കഴിഞ്ഞാൽ ഈ ഡെസേർട്ട് ഈസ് എ കോമൺ നൗൺ. ഡെസേർട്ട് കോമൺ നൗൺ ആണ്. പക്ഷേ ഡെസേർട്ടിൻ്റെ പേര് സഹാറ. ഫോർ എക്സാമ്പിൾ ദ സഹാറ ഇസ് ദ ലാർജസ്റ്റ്, അങ്ങനെ പറയാം. ഓക്കെ, ട്രെയിനിൻ്റെ പേര്, ഷിപ്പിൻ്റെ പേര്, മോണ്യുമെൻറ്റ്, എയർക്രാഫ്റ്റിൻ്റെ പേര്, ഫോറസ്റ്റിൻ്റെ പേര്, ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ പേര്, ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ്, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്. ഓക്കെ, അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ആ നെയിംസൊക്കെ കണ്ടാൽ, ഇവയുടെ പേരൊക്കെ കണ്ടാൽ അത് പ്രോപ്പർ നൗൺസിനോടൊപ്പം എപ്പോഴും ദ യൂസ് ചെയ്യണം. ഇവയുടെ പേരാണെങ്കിൽ ഓക്കെ, ഈ എഴുതിയിരിക്കുന്ന ഡെസേർട്ട്, ട്രെയിന്, ഷിപ്പ്, മോണ്യുമെൻറ്റ്, എയർക്രാഫ്റ്റ്, ഫോറസ്റ്റ്, ഡിപ്പാർട്ട്മെൻറ്റ്, ഇവയുടെ പേരാണെങ്കിൽ നമ്മൾ ദ യൂസ് ചെയ്യണം. എല്ലായിടത്തും യൂസ് ചെയ്യരുത്, അതിന് റൂൾസ് ഉണ്ട്. ഇവയുടെ പേരാണെങ്കിൽ നമുക്ക് ദ യൂസ് ചെയ്യാം. ആയതുകൊണ്ട് ഇവിടെ ഇത് ന്യൂസ് പേപ്പറിൻ്റെ പേരാണ്, അവിടെ ദ ഇല്ല. അപ്പോൾ ഈ ഭാഗത്ത് എ എന്ന ഭാഗത്തിലാണ് എറർ ഉള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Lots of books on English grammar are available with me, but this one is the best. അപ്പോൾ നമുക്ക് സെൻറ്റൻസിൽ നോക്കുമ്പോൾ തന്നെ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ആ എലമെൻറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയാൽ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നൗൺ ആദ്യം കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ ബുക്സ് നൗണാണ്. അപ്പോൾ അത് പ്ലൂറൽ നൗണാണ്. ഓഫ് അതിനെ കണക്ട് ചെയ്ത ഒരു പ്രീപോസിഷൻ സെൻസ് പോലെ നിൽക്കുന്നു. ദെൻ എ ലോട്ട്സ് ഓഫ് ഇങ്ങനെ എഴുതിയേക്കണം. ഓക്കെ, എ എന്നത് ഒന്നിനെ കുറിക്കില്ല. അപ്പോൾ എ ലോട്ട്സ് എന്ന് യൂസ് ചെയ്യുന്നത് തെറ്റാണ്. എ ലോട്ട് ഓഫ് ബുക്സ് എന്നെ കുറിക്കാവും. ഓക്കെ, ശ്രദ്ധിക്കണം. എ എന്നത് ഒരു പ്രീ ഡിറ്റർമിനറായിട്ട് നിൽക്കുക. ആ പ്രീ ഡിറ്റർമിനർ എ ആണ്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ എ ലോട്ട്സ് ഓഫ് എന്നല്ല യൂസ് ചെയ്യേണ്ടത്, എ ലോട്ട് ഓഫ് ബുക്സ്. A lot of books on English grammar are available with me, but this one is the best. Okay.
അപ്പോൾ അത് വളരെ എളുപ്പമുള്ള ഒരു സെൻറ്റൻസാണ്. നമുക്ക് മുന്നിലേക്ക് പോയാൽ the 10th question, I have been knowing her for many years but I don't know where she works. ഓക്കെ, ഒത്തിരി നാളുകളായിട്ട് എനിക്ക് അവളെ അറിയാം, പക്ഷെ ഇപ്പോൾ അറിയത്തില്ല ഇയാൾ ഇവിടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതെന്നുള്ള എനിക്കറിയത്തില്ല. സോ ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ ഫോർ മെനി ഇയേഴ്സ്, ഫോർ കഴിഞ്ഞിട്ട് നോർമലി യൂസ് ചെയ്യുന്നത് പീരീഡ് ഓഫ് ടൈമാണ്. പീരീഡ് ഓഫ് ടൈം സിൻസ് 2003. സിൻസിനോട് 2003 മാത്രമല്ല ഉപയോഗിക്കാൻ കഴിയുക. സിൻസ് 2003 is point of time. പോയിൻ്റ് ഓഫ് ടൈം. അപ്പോൾ പീരീഡ് ഓഫ് ടൈമും ഉണ്ട്, പോയിൻ്റ് ഓഫ് ടൈമും ഉണ്ട്. ഫോർ ഡിനോട്ട്സ് പീരീഡ് ഓഫ് ടൈം, സിൻസ് ഡിനോട്ട്സ് പോയിൻ്റ് ഓഫ് ടൈം. സോ ഫോർ പീരീഡ് ഓഫ് ടൈമിനെയും സിൻസ് പോയിൻ്റ് ഓഫ് ടൈമിനെയും കാണിക്കുകയാണെങ്കിൽ നമ്മൾ നോർമലി പ്ലേസ് ചെയ്യുന്ന ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഐ ഹാവ് ബീൻ നോയിങ് ഹെർ എന്ന് എഴുതിയേക്കണേ. ഓക്കെ, കാരണം ഐ ഹാവ് ബീൻ നോയിങ് ഹെർ എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, വളരെ നാളുകളുണ്ട്. ഓക്കെ, മെനി ഇയേഴ്സ്, അപ്പോൾ പാസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒത്തിരി നാളുകളുണ്ട്, ഇന്നും അറിയാം, ഇനി നാളെ അദ്ദേഹത്തെക്കുറിച്ച് അറിയാം. ഓക്കെ, അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സെൻറ്റൻസിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്ന വെർബിൻ്റെ പാർട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ ഹാവ് ബീൻ നോയിങ്, ഇത്രയാണ് വെർബിൻ്റെ പാർട്ട്. ഇതിനകത്ത് നോയിങ് എന്നൊരു വേർഡുണ്ട്, നോയിങ്. നോ എന്നതിൻ്റെ ഒരു നൗൺ ഫോമാണ് അല്ലെങ്കിൽ ING ഫോമാണ് നോയിങ്. ഓക്കെ, ഈ നോ, വാണ്ട്, ലവ്, ഹെയ്റ്റ്, ലൈക്ക്, ഡിസ്ലൈക്ക്, ഫീൽ, അണ്ടർസ്റ്റാൻഡ്, ഇങ്ങനെ തുടങ്ങി കുറേയധികം വാക്കുകളുണ്ട്. ഈ വാക്കുകൾക്കെല്ലാം ING ഉണ്ടോയെന്ന് ചോദിച്ചാൽ ING ഉണ്ട്. ഈ വാക്കുകൾക്കെല്ലാം ING ഉണ്ട്. നോയിങ് ഉണ്ട്, വാണ്ടിങ്, ലവിങ്, ഹെയ്റ്റിങ്, ഡിസ്ലൈക്കിങ്, ലൈക്കിങ്, അങ്ങനെയുള്ള ING ഫോമുണ്ട്. പക്ഷേ ഈ വാക്കുകളുടെ അല്ലെങ്കിൽ ഈ വെർബുകളുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ING ഫോം ഉണ്ടെങ്കിലും ഇത് ING ഫോം വെർബായിട്ട് ആക്ട് ചെയ്യത്തില്ല. ING ഫോം വെർബ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ്. അപ്പോൾ ഈ സെൻറ്റൻസിനകത്ത് ഐ ആണ് സബ്ജക്റ്റ് ഫോം, അത് പ്രൊനൗണാണ്. ക്രിക്കറ്റ് നൗണാണ്, അത് നൗണാണ്, ഒബ്ജക്റ്റാണ്. ഇതിനകത്ത് ആം ഓക്സിലറി വെർബാണ്. അപ്പോൾ പ്ലേയിങ് എന്ന ING മെയിൻ വെർബിലേക്ക് സെൻസായി. എന്നാൽ നമുക്കിങ്ങനെ എഴുതാം, പ്ലേയിങ് എന്നത് ഒരു ING ഫോമാണ്. ഇത് വെർബെന്ന് പറയാൻ കഴിയുമോ? ഇല്ല, അതൊരു നൗൺ ഫോമാണ്. ING നൗൺ ആയാൽ അതിനെ വിളിക്കുന്ന പേരാ ജെറണ്ട്, അതിനെ വിളിക്കും ജെറണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ING വെർബ് ആകണമെങ്കിൽ ഓക്സിലറിയുടെ ഹെൽപ്പ് വേണം. ഹെൽപ്പിംഗ് ഓർ വെർബ് ഉണ്ടെങ്കിൽ മാത്രമേ ING എന്താവത്തുള്ളൂ, വെർബായിട്ട് ആക്ട് ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് അത് നൗൺ സെൻസിലോ അഡ്ജക്റ്റീവ് സെൻസിലോ മാറും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സെൻറ്റൻസിനകത്ത് ഐ ഹാവ് ബീൻ നോയിങ് എന്ന് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നോയിങ് എന്ന വേർഡ് ING ഫോം ഇവിടെ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വെർബുകളുടെ, ഈ വാക്കുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവയ്ക്കെല്ലാം ING ഫോം ഉണ്ട്. പക്ഷേ ഇവയൊന്നും ഒരിക്കലും INGയുടെ വെർബ് ഫോമായി സെൻറ്റൻസിൽ അപ്ലൈ ചെയ്യാറില്ല. കാരണം ഈ വെർബുകളെ സ്റ്റാറ്റിക് വെർബ് എന്നാണ് വിളിക്കുക. സ്റ്റാറ്റിക് വെർബ്. ഈ സ്റ്റാറ്റിക് വെർബിന് ഒരു പ്രത്യേകതയുണ്ട്, അവയ്ക്ക് ING ഫോം ഉണ്ട്. പക്ഷേ അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഐ ആം നോയിങ് യു ഇങ്ങനെ പറയാറില്ല. ഐ ആം നോയിങ് യു, ഐ ആം ലവിങ് യു, അങ്ങനെയല്ല പറയുക. ഐ ആം നോയിങ് യു എന്നല്ല പറയുക, ഐ നോ യു എന്നേ പറയാറുള്ളൂ അല്ലേ? ഓക്കെ, അതായത് ഇതിന് ING ഉണ്ട്, പക്ഷേ അത് കണ്ടിന്യൂസ് ടെൻസസ് നമുക്ക് ഇംഗ്ലീഷിൽ 6 ഉണ്ട്.
പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഇവയിൽ ഒന്നും ഈ സ്റ്റാറ്റിക് വെർബ് അപ്ലൈ ചെയ്യാറില്ല, വെർബായിട്ട് ആക്റ്റഡ് ആകാറില്ല. ഓക്കെ, ആയതുകൊണ്ട് തന്നെ ഈ സെൻറ്റൻസിൽ കൃത്യതയോടെ പറയുന്നു ഫോർ പീരീഡ് ഓഫ് ടൈം. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ആസ് പെർ റൂൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്, റൂൾ അനുസരിച്ച് വരേണ്ടത്. പക്ഷേ നോ എന്ന ഈ വേർബിന്, ഈ സ്റ്റാറ്റിക് വെർബിന് ING ഫോം ഉണ്ട് എങ്കിലും അതിന് ING ഫോം വെർബായിട്ട് ആക്ട് ചെയ്യാൻ, സെൻറ്റൻസിൽ ആക്ട് ചെയ്യാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് ഇവിടെ 4 ആണെന്നല്ലോ ഉള്ളേ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം. സോ അപ്പോൾ ഇവിടെ ആൻസർ ഐ ഹാവ് നോൺ എന്ന് എഴുതാവും. ഐ ഹാവ് നോൺ ഹെർ ഫോർ മെനി ഇയേഴ്സ് ബട്ട് ഐ ഡോണ്ട് നോ വെയർ ഷീ വർക്ക്സ്. ക്ലിയർ? തെറ്റരുത്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് വെർബുകൾക്ക് ING ഉണ്ട്. ആ ING ഫോം ഒരിക്കലും എന്താകത്തില്ല, വെർബിൻ്റെ സെൻസിലേക്ക് മാറത്തില്ല, അത് നൗണായിട്ട് നിൽക്കും, അത് ജെറണ്ട് സെൻസിലേക്ക് നിൽക്കും, അത് വെർബായിട്ട് ആക്ട് ചെയ്യത്തില്ല. ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടൈം വേർഡ് ആഡ്വർബ്, ടൈം ആഡ്വർബ് ഫോർ മെനി ഇയേഴ്സ് ആണ്. സിൻസും ഫോറും, ഫോർ പീരീഡ് ഓഫ് ടൈമിനെയും സിൻസ് പോയിൻ്റ് ഓഫ് ടൈമിനെ കാണിക്കൽ. അപ്പോൾ അവ രണ്ടും നോർമലി വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പക്ഷേ ഇതിനകത്ത് നോ എന്ന വേർഡിന് ING ഉണ്ടെങ്കിലും അത് ING ഫോം വെർബായിട്ട് ആക്റ്റഡ് ആകാത്തത് കൊണ്ട് നമ്മൾക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ഇതിനകത്ത് യൂസ് ചെയ്താൽ ഈ പോർഷൻ ശരിയാകും. അപ്പോൾ തെറ്റ് എ പാർട്ടിലാണ്. ഐ ഹാവ് നോൺ ഹെർ എന്ന് വന്നു കഴിഞ്ഞാൽ ആശയം ഓക്കെ. ഓക്കെ, ക്ലിയർ. ദെൻ ഗോ ടു ദ നെക്സ്റ്റ്. 11th സെൻറ്റൻസ് ഇങ്ങനെയാണ്. നോ സൂണർ ഡിഡ് വി ഫൈൻഡ് ഔട്ട് എ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം വെൻ അനദർ പ്രോബ്ലം ക്രോപ്ഡ് അപ്പ്. നോ എറർ. ഓക്കെ, നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഓരോ എലമെൻ്റായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് പോർഷനകത്ത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് നോ സൂണറാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നോ സൂണർ ഡിഡ് വി ഫൈൻഡ് ഔട്ട് എ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം വെൻ അനദർ പ്രോബ്ലം. ഈ നോ സൂണർ എന്ന് പറയുന്നത് ഒരു കോറിലേറ്റീവ് കൺജങ്ഷനാണ്. കോറിലേറ്റീവ്. അപ്പോൾ ഈ കോറിലേറ്റീവ് കൺജങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു, സോ ദാറ്റ്, either or, neither nor, not only but also, no sooner than, hardly when, scarcely when, അങ്ങനെ എക്സെട്ര. ഇന്നും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നതാണ് കോറിലേറ്റീവ്സ് ഏതാണെന്ന് വെച്ചാൽ ഒന്നുകൂടെ നമുക്ക് പറയാം. ടു കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യുന്ന കോറിലേഷൻ എപ്പോഴും 2 ആയിരിക്കണം. സോ കഴിഞ്ഞാൽ കോറിലേഷൻ ദാറ്റ് ആയിരിക്കണം. ഐദർ കഴിഞ്ഞാൽ കോറിലേഷൻ ഓർ. അപ്പോൾ നമുക്ക് കോറിലേറ്റീവ്സ് നമ്മളിപ്പോൾ പറഞ്ഞു. 2 കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്നത് 2 ആ. പിന്നെ സോ കഴിഞ്ഞാൽ കോറിലേഷൻ വരുന്നത് ദാറ്റ്. ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ. നോ സൂണർ കഴിഞ്ഞാൽ വരുന്ന കോറിലേഷൻ ദെൻ ആണ്. ഹാർഡ്ലി ഓർ സ്കേഴ്സ്ലി കഴിഞ്ഞാൽ വരുന്ന കോറിലേഷൻ വെൻ ആണ്. അപ്പോൾ നമ്മൾ നോക്കി വന്നു കഴിഞ്ഞാൽ നോ സൂണർ കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കുക ഓക്സിലറി വയ്ക്കണം. നോ സൂണർ കഴിഞ്ഞ് ഓക്സിലറി വച്ചതിന് ശേഷം മാത്രമേ സബ്ജക്റ്റ് യൂസ് ചെയ്യാവൂ. പിന്നീടാണ് ബാക്കി എന്ത് വരിക, വെർബ് വരിക. പിന്നെ അടുത്ത ഒബ്ജക്റ്റ് പാർട്ട് വരും. ടു ദ പ്രോബ്ലം കോറിലേഷൻ ചെയ്തേക്കുന്നത് വെൻ ആണ്, അല്ല ദെൻ. നോ സൂണർ ദെൻ. ഓക്കെ, നോ സൂണർ കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന കോറിലേഷൻ ദെൻ. ഹാർഡ്ലിയും സ്കേഴ്സ്ലിയും കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന കോറിലേഷൻ വെൻ. മറന്നു പോകരുത്, തെറ്റിക്കരുത്. ഓക്കെ, നോ സൂണർ ഒരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കുക. നോ സൂണർ കഴിഞ്ഞാൽ നേരിട്ട് സബ്ജക്റ്റിലേക്ക് പോകാറില്ല. നോ സൂണർ കഴിഞ്ഞ ഉടൻ അതിൻ്റെ സ്ട്രക്ചർ വൈസ് ഓക്സിലറി ആണ്, ഓക്സിലറി വെർബ്, പിന്നീടാണ് സബ്ജക്റ്റ്, പിന്നെയാണ് വേർബ് യൂസ് ചെയ്യുക, പിന്നെയാണ് അടുത്ത ഒബ്ജക്റ്റ് സെഷനിലേക്ക് പോവുക. ഓക്കെ, പിന്നെ കോറിലേറ്റീവ്, ആ കോറിലേഷൻ ദാൻ ആയിരിക്കണം. നോ സൂണർ കഴിഞ്ഞാൽ വരുന്ന കോറിലേഷൻ ദാൻ. ഓക്കെ, ഹാർഡ്ലി സ്കേഴ്സ്ലി കഴിഞ്ഞാലാണ് വെൻ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഭാഗത്താണ്
എററായിട്ടുള്ള സി പാർട്ടാണ് അതിനകത്ത് എറർ ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12th question number 12. He was with me up till now, so don't punish him for the delay. No error. ഓക്കെ, ഈ സെൻറ്റൻസിലേക്ക് നമ്മൾ നോക്കിയാൽ ഓരോ പാർട്ടായിട്ട് ഓരോ എലമെൻ്റായിട്ട് ഡിസ്കസ് ചെയ്താൽ ഹി എന്ന് പറയുന്നത് പ്രൊനൗൺ ആണ്. വാസ് ഓക്സിലറി ആണെങ്കിലും ഇവിടെ അത് മെയിൻ വെർബായിട്ട് ആക്റ്റഡ് ആയിട്ടുള്ള വിത്ത് മീ അപ് ടിൽ നൗ. ഇതിനകത്തൊരു ടൈം സെൻസ് ഉണ്ട്. അപ് ടിൽ നൗ. സോ അപ് ടിൽ നൗ എന്ന് പറഞ്ഞാൽ അവൻ എന്നോടൊപ്പം ആകുന്നു അല്ലെങ്കിൽ ആയിരുന്നു. അപ് ടിൽ നൗ ഇതുവരേക്കും. അപ്പോൾ നേരത്തെ ഉണ്ട്, നേരത്തെ മുതൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ് ടിൽ നൗ എന്ന് പറയുമ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ട ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ഇവിടെ സിമ്പിൾ പാസ്റ്റാണ് യൂസ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ വോസ് എന്ന് പറഞ്ഞാൽ അതൊരു V2 ഫോം. ഒരു V2 ഫോം. വാസും വേറും V2 ഫോം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ V1 ഫോം എടുത്താൽ ബി ആണ്. ആ ബി സെൻറ്റൻസിൽ ആക്റ്റഡ് ആകുന്നത് മീസാറായിട്ടാണ് പ്രസൻറ്റ് ടെൻസിൽ ആക്റ്റഡ് ആകുക. ഓക്കെ, അതിൻ്റെ V3 എടുത്തു കഴിഞ്ഞാൽ ബീൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ട ടെൻസ് അപ് ടിൽ നൗ ഒരു ടൈം ആക്ഷനാണ് അല്ലെങ്കിൽ ഒരു ടൈം ആഡ്വർബാണ്. ആ ടൈം ആഡ്വർബ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏത് ടെൻസ് അപ്ലൈ ചെയ്യാം? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഒബ്ജക്റ്റ് അങ്ങനെ വരിക. ഓക്കെ, അപ്പോൾ ഈ സെൻറ്റൻസിൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഹി എന്ന സബ്ജക്റ്റാണ്. ഹി സിംഗുലറാണ്. അപ്പോൾ സിംഗുലർ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടത് പ്രസൻറ്റ് പെർഫെക്റ്റാണ്. അപ്പോൾ ഹി ഹാസ് പിന്നെ ഇത് യൂസ് ചെയ്യണം V3 ഫോം. അപ്പോൾ ഹി ഹാസ് ബീൻ വിത്ത് മീ അപ് ടിൽ നൗ എന്ന് എഴുതുമ്പോഴത്തേക്കും ആ ഭാഗം ശരിയാകും. അപ്പോൾ എ പാർട്ടിലാണ് എറർ ഉള്ളത്. അവിടെ യൂസ് ചെയ്യേണ്ടത് സിമ്പിൾ പാസ്റ്റ് അല്ല, പ്രസൻറ്റ് പെർഫെക്റ്റാണ്. ബൈ അപ് ടിൽ നൗ. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നിലേക്ക് പോയാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. ബൈ ദിസ് ടൈം ടുമോറോ ഷീ ഹാസ് ഹാഡ് റീച്ച്ഡ് ദെയർ പോസിറ്റീവ്ലി നോ എറർ. ഓക്കെ, ഈ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് തന്നെ ഒരു ആഡ്വർബ് സെൻസില്ല. ടുമോറോ ഫ്യൂച്ചറിനെ കാണിക്കുക. ഓക്കെ, ഇവിടെ ബൈ ദിസ് ടൈമാണ്. അപ്പോൾ ബൈ ദിസ് ടൈമും പിന്നെ ഫ്യൂച്ചറിൻ്റെ സെൻസ് ബൈ കാര്യം ഞാൻ ഒരു സെൻറ്റൻസ് എഴുതാം. ബൈ ദ ടൈം ഐ റീച്ച്ഡ്. ബൈ ദ ടൈം ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ the train hard left. ഫെമിലിയർ സെൻറ്റൻസാണ്. അവിടെ നമ്മൾ ബൈ ദ ടൈമിന് പകരം നോർമലി വെൻ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ റീച്ച്ഡ് സിമ്പിൾ പാസ്റ്റാണ്. അപ്പോൾ നമുക്കിങ്ങനെ വെക്കാം, പാസ്റ്റ് ആക്ഷൻ. ഓക്കെ, നോർമലി നമ്മൾ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത് വെൻ ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാർഡ് ലെഫ്റ്റ് എന്നൊരു കോമ്പിനേഷനാണ്. എന്നാൽ ഈ വെന്നിന് പകരം ബൈ ദ ടൈം കൺജക്റ്റ് ചെയ്തും അത് പറയാറുണ്ട്. അപ്പോൾ ബൈ ദ ടൈം ഐ റീച്ച്ഡ്, ബൈ ദ ടൈം കഴിഞ്ഞിട്ട് ഒരു പാസ്റ്റ് ആക്ഷൻ യൂസ് ചെയ്തേക്കുന്നത്. ബൈ ദ ടൈം കഴിഞ്ഞൊരു പാസ്റ്റ് ആക്ഷൻ ആണെങ്കിൽ തൊട്ടപ്പുറത്തെ കോമ്പിനേഷൻ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ബൈ ദ ടൈം കഴിഞ്ഞ് പാസ്റ്റ് ആക്ഷൻ ആണെങ്കിൽ കോമ്പിനേഷൻ പാസ്റ്റ് പെർഫെക്റ്റ്. എന്നാൽ ഇവിടെ ബൈ ദിസ് ടൈം ആകാം, ബൈ ദ ടൈം ആകാം, ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് ഡേ ആകാം, വീക്ക് ആകാം, മന്ത് ആകാം, ഇയർ ആകാം, പ്ലസ് ഫ്യൂച്ചർ ആക്ഷൻ വന്നാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് അപ്ലൈ ചെയ്യണം. സോ ബൈ ദിസ് ടൈം
ടുമാറോ. ഷീ ഹാസ് ഹാഡ് എന്ന് അപ്ലൈ ചെയ്തേക്കണം. ഹാസും ഹാസ് ഓക്സിലറി വെർബ്, ഹാഡ് V3 ഫോം. അപ്പോൾ ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് അപ്ലൈ ചെയ്തേക്കണം അല്ല. അപ്പോൾ ഹി ഹാസ് ഹാഡ് റീച്ച്ഡ് എന്നല്ല യൂസ് ചെയ്യേണ്ടത്. അവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബൈ ദിസ് ടൈം ടുമാറോ ഷീ ഹാസ് ഹാഡ് റീച്ച്ഡ്. ഈ ഭാഗം തെറ്റാണ്. ഓക്കെ, ഹാസ് ഹാഡ് റീച്ച്ഡ് അല്ല യൂസ് ചെയ്യേണ്ടത്. അവിടെ ഉപയോഗിക്കേണ്ടത് ഫ്യൂച്ചർ പെർഫെക്റ്റാണ്. അപ്പോൾ ഷീ വിൽ ഹാവ് റീച്ച്ഡ് എന്നാകുമ്പോഴത്തേക്ക് ശരിയാവും. അതായത് ബൈ ദ ടൈം, ബൈ ദിസ് ടൈം, ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് ഡേ, ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് വീക്ക്, ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് ഇയർ, ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് മന്ത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇവ കഴിഞ്ഞിട്ട് ബൈ ദിസ് ടൈം, ബൈ ദ ടൈം, ബൈ ദ എൻഡ് ഓഫ് കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്തേക്കുന്നത് ഒരു ഫ്യൂച്ചർ ആക്ഷൻ ആണെങ്കിൽ യൂസ് ചെയ്യേണ്ട ടെൻസ് എപ്പോഴും ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ ഭാഗം തെറ്റായി. ഷീ ഹാസ് ഹാഡ് റീച്ച്ഡ് അല്ല, ഷീ വിൽ ഹാവ് റീച്ച്ഡ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാകും. അപ്പോൾ ബി പാർട്ടിലാണ് തെറ്റുള്ളത്, മറക്കരുത്. ബൈ ദ ടൈം, ഈ സെൻറ്റൻസ് എപ്പോഴും ഓർക്കുക. വെൻ ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. അത് ഫെമിലിയർ സെൻറ്റൻസ് ആണ്. ആ ഫെമിലിയർ സെൻറ്റൻസ് വെൻ വെച്ചാൽ കണക്ട് ചെയ്തേക്കണേ. ആ വെന്നിൻ്റെ ഭാഗത്ത് നമുക്ക് ബൈ ദ ടൈമും കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ബൈ ദ ടൈം കഴിഞ്ഞിട്ട് യൂസ് ചെയ്തേക്കുന്നത് റീച്ച്ഡാ, അത് സിമ്പിൾ പാസ്റ്റാ. അപ്പോൾ അതൊരു പാസ്റ്റ് ആക്ഷനാണ്. അപ്പോൾ ബൈ ദ ടൈം കഴിഞ്ഞ് പാസ്റ്റ് ആക്ഷൻ വന്നാൽ ഉപയോഗിക്കേണ്ട കോമ്പിനേഷൻ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ബൈ ദ ടൈം കഴിഞ്ഞിട്ട് ടുമാറോ ഒരു ഫ്യൂച്ചർ ആക്ഷനാണ് ആണേ. അപ്പോൾ ബൈ ദ ടൈം വരാം, ബൈ ദിസ് ടൈം വരാം, ബൈ ദ എൻഡ് ഓഫ് അങ്ങനെയും വരാം. അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഫ്യൂച്ചർ ആക്ഷൻ ആണെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് അപ്ലൈ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The 14th question. If I was you, I would tell the principal to keep his mouth shut. No error. Okay. അപ്പോൾ ഈ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഇഫ് എന്ന കൺജങ്ഷൻ, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇഫ് കഴിഞ്ഞിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഒരു സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റ് ഐ ആണ്. ഓക്കെ, നമുക്കറിയാം ഇഫ് ക്ലോസ് 3 കണ്ടീഷനിലാണ് നോർമലി നമ്മൾ പറയുക. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് ഇഫ് ഐ വാസ്. അപ്പോൾ ഈ വാസ് എന്ന് പറയുന്നത് V2 ഫോമാണ്. ഓക്കെ, അപ്പോൾ പാസ്റ്റ് ടെൻസിലാണ്. ഇഫ് കഴിഞ്ഞ് സബ്ജക്റ്റ് കഴിഞ്ഞ് V2 ഫോം, അതായത് പാസ്റ്റ് ടെൻസാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അപ്പുറത്ത്, അതായത് നമ്മൾ ഇഫിൻ്റെ ബാക്കി ക്ലോസ് വരുന്നത് ഐ, സബ്ജക്റ്റ് പ്ലസ് വുഡ് അല്ലെങ്കിൽ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1. അപ്പോൾ ഐ വുഡ് ടെൽ, ഈ ഭാഗം ശരിയാണ്. എന്നാൽ ഇതിനകത്ത് ഇഫ് നോർമലി നമ്മൾ ഐ വാസ് എ സ്റ്റുഡൻറ്റ് എന്നാ പറയുക നമ്മൾ. കാരണം ഇൻ പാസ്റ്റ് ടെൻസ് ഐ ഈസ് സിംഗുലർ. പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ ഐ സിംഗുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പോൾ ഐ വാസ്, നോട്ട് ഐ വർ എ സ്റ്റുഡൻറ്റ് എന്നല്ല പറയാം. പക്ഷേ ഈ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഇഫ് എന്ന ഇംപ്രോബബിൾ കണ്ടീഷൻ, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ പറയാനാണ് ഇഫ് യൂസ് ചെയ്തേക്കുന്നത്. അതൊരിക്കലും റിയൽ അല്ല, ഇതൊരു റിയൽ സെൻസ് അല്ല. ഞാൻ നീ ആയിരുന്നുവെങ്കിൽ അല്ല. അപ്പോൾ അത് അൺറിയലാണ്. സോ അൺറിയൽ സൂചിപ്പിച്ചാൽ ഇഫ് ഐ വാസ് യു എന്നല്ല ഉപയോഗിക്കേണ്ടത്, ഇഫ് ഐ വേർ യു ഐ വുഡ് ടെൽ ദ പ്രിൻസിപ്പൽ ടു കീപ് ഹിസ് മൗത്ത് ഷട്ട്. ക്ലിയർ? തെറ്റരുത്. അത് ഇഫ് ക്ലോസിൽ മാത്രമാണ്. അതായത് അൺറിയൽ സെൻസ് പറയുമ്പോൾ മാത്രം ഇഫ് കഴിഞ്ഞ് ഫസ്റ്റ് പേഴ്സൺ ആയ ഐ വന്നാൽ പാസ്റ്റ് ടെൻസിൽ നമ്മൾ വാസ് അല്ല യൂസ് ചെയ്യേണ്ടത്, വേറാ. ഇഫ് ഐ വേർ യു ഐ വുഡ് ടെൽ. അതുപോലെ തന്നെ ഐ വിഷ് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വർ എ കിങ്, നോട്ട് ഐ വാസ് എ കിങ്. ഇഫ് ഐ വിഷ് ഐ വർ എ കിങ്, നോട്ട് ഐ വാസ് എ കിങ്. ഓക്കെ, ഞാൻ അതും അൺറിയലാണ്. ഓക്കെ, റിയൽ അല്ല. ഇഫ് ക്ലോസും, അതായത് ഇഫ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു അൺറിയൽ കണ്ടീഷനെ പറയാനാണ്. അപ്പോൾ ഇഫിനോട് ഫസ്റ്റ് പേഴ്സണായ ഐ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഐ വാസ് എന്നാ പറയുക. അത് റിയൽ സെൻസിലാണ്. അൺറിയൽ സെൻസ് ആണെങ്കിൽ ഇഫ് ഐ വർ യു എന്നേ പറയാം. ഓക്കെ, ക്ലിയർ ആണെന്ന് തോന്നുന്നു. എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ദ 15th ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്. സ്പീക്കേഴ്സ് ആഫ്റ്റർ സ്പീക്കേഴ്സ് come on the stage to perform no error. ഈ സബ്ജക്റ്റ് പാർട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് സ്പീക്കേഴ്സ് ആഫ്റ്റർ സ്പീക്കേഴ്സ് ആണ്.
പെർഫം എന്ന് പറയുമ്പോൾ അത് വെർബാണ്. ഓൺ ദ സ്റ്റേജ് ടു പെർഫം. ഓക്കെ, രണ്ട് നൗൺ ഫോംസ് ആണ് ഇതിനകത്ത് എഴുതേക്കുന്നത്. ആഫ്റ്റർ എന്ന ഒരു വാക്കുകൊണ്ട് അതിനെ കണക്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഓർക്കുക, നമ്മൾ ഒരിക്കലും സ്പീക്കേഴ്സ് ആഫ്റ്റർ സ്പീക്കേഴ്സ് എന്നല്ല പറയുക. സ്പീക്കർ ആഫ്റ്റർ സ്പീക്കർ, പേജ് ആഫ്റ്റർ പേജ്, ഡേ ആഫ്റ്റർ ഡേ, അങ്ങനെയാ പറയാം. പ്ലൂറൽ സെൻസിലല്ല പറയേണ്ടത്, സിംഗുലർ ആയിരിക്കണം. പേജ് ആഫ്റ്റർ പേജ്, ഡേ ആഫ്റ്റർ ഡേ. സോ സ്പീക്കേഴ്സ് ആഫ്റ്റർ സ്പീക്കേഴ്സ് അല്ല, സ്പീക്കർ ആഫ്റ്റർ സ്പീക്കർ എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്യാം. The 16th one. A great many students have been declared successful. No error. ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, സബ്ജക്റ്റ് പാർട്ട് എ ഗ്രേറ്റ് മെനി സ്റ്റുഡൻ്റാണ്. ഓക്കെ, ഈ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് എ എന്ന പ്രീ ഡിറ്റർമിനറിലാണ്. പ്രീ ഡിറ്റർമിനർ, ഗ്രേറ്റ് അഡ്ജക്റ്റീവാണ്, മെനി അഡ്ജക്റ്റീവാണ്. ഓക്കെ, മെനി അഡ്ജക്റ്റീവാണ്. അപ്പോൾ മെനി സ്റ്റുഡൻ്റ് അല്ല, സ്റ്റുഡൻസ്. ഓക്കെ, എ ഗ്രേറ്റ് മെനി സ്റ്റുഡൻസ് എന്നേ പറയാവൂ, അത് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഫ്രേസസ് ഉണ്ട്. ഓക്കെ, എ ഗ്രേറ്റ് മെനി ഒന്ന് ശ്രദ്ധിക്കാവോ? എ ഗ്രേറ്റ് മെനി, a good many, a number of, a small number of, a large number of, a good number of, a great number of. Okay, ഒന്നുകൂടെ, എ ഗ്രേറ്റ് മെനി, എ ഗുഡ് മെനി, എ നമ്പർ ഓഫ്, എ സ്മോൾ നമ്പർ ഓഫ്, എ ലാർജ് നമ്പർ ഓഫ്, എ ഗുഡ് നമ്പർ ഓഫ്, എ ഗ്രേറ്റ് നമ്പർ ഓഫ്. ഈ ഫ്രേസസ് ഒക്കെയും കഴിഞ്ഞാൽ യൂസ് ചെയ്യേണ്ടത് എപ്പോഴും പ്ലൂറൽ നൗൺ ആകണം. പ്ലൂറൽ നൗൺ പ്ലസ് പ്ലൂറൽ വെർബ്. അങ്ങനെയാണെങ്കിൽ എ ഗ്രേറ്റ് മെനി സ്റ്റുഡൻസ് ഹാവ് ബീൻ ഡിക്ലെയർഡ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ എ ഗ്രേറ്റ് മെനി സ്റ്റുഡൻ്റ് അല്ല, എ ഗ്രേറ്റ് മെനി സ്റ്റുഡൻസ്. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. The 17th question. Pacific Ocean is the deepest ocean in the world. ഒറ്റ കാര്യമേ അതിനകത്തുള്ളൂ, പസഫിക് ഓഷൻ ആണെന്ന് പറയുന്നു. അതൊരു ഓഷൻ്റെ പേരാണ്. ഇപ്പോൾ പ്രോപ്പർ നൗണായി. ഒരു ഓഷൻ്റെ പേര്, റിവറിൻ്റെ പേര്, സീസിൻ്റെ പേര്, ഗൾഫിൻ്റെ പേര്, ഗൾഫ് ഓഫ് മാന്നാർ കേട്ടിട്ടുണ്ടാകും, ഗൾഫിൻ്റെ പേര്, സ്ട്രെയ്റ്റ്സിൻ്റെ പേര്, ചാനലിൻ്റെ പേര്, കനാലിൻ്റെ പേര്, മൗണ്ടൻ റേഞ്ചസിൻ്റെ പേര്, മൗണ്ടൻ റേഞ്ചസ്, ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്, ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് യുടെ പേര്. അപ്പോൾ ഓഷ്യൻ, റിവർ, സീസ്, ഗൾഫ്, സ്ട്രെയ്റ്റ്സ്, ചാനൽ, കനാൽ, മൗണ്ടൻ റേഞ്ചസ്, ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഇവയുടെ പേരാണെങ്കിൽ ദാ ഉപയോഗിക്കണം. ദ പസഫിക് ഓഷ്യൻ ഇസ് ദ ഡീപ്പസ്റ്റ് ഓഷ്യൻ ഇൻ ദ വേൾഡ് എന്നാകും. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു. ഡെസേർട്ടിൻ്റെ പേര്, പിന്നെന്താ ന്യൂസ് പേപ്പറിൻ്റെ പേര്, ഷിപ്പിൻ്റെ പേര്, എയർക്രാഫ്റ്റിൻ്റെ പേര്, ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ പേര്. ഇവയുടെ പേരാണെങ്കിൽ
ദ ഉപയോഗിക്കണമെന്ന് പഠിച്ചു. അപ്പോൾ ഇതുകൂടെ കണക്ട് ചെയ്തോളൂ. ഏതൊക്കെയാണ്? ഓഷ്യൻ്റെ പേര്, റിവറിൻ്റെ പേര്, സീൻ്റെ പേര്, ഗൾഫിൻ്റെ പേര്, സ്ട്രെയിറ്റിൻ്റെ പേര്, ചാനലിൻ്റെ പേര്, കനാലിൻ്റെ പേര്, മൗണ്ടൻ റേഞ്ചസ്, ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് എന്നിവയുടെ പേരിൻ്റെ മുൻപിൽ എന്ത് വെക്കണം? ദാ വെക്കണം. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, the 18th one. John, I and Hari have finished our studies. No error. ഓക്കെ, ഈ സെൻറ്റൻസ് നോക്കിയാൽ സബ്ജക്റ്റ് പാർട്ട് നോക്കിയാൽ ഒന്നിലധികം സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗൺസും പ്രൊനൗണും ഒക്കെ ചേർന്നിരിക്കില്ല. അപ്പോൾ ഇതിനകത്ത് ജോണിന് പകരം നമുക്ക് ഹി എന്ന് എഴുതാം. ഐ പ്രൊനൗൺ തന്നെയാണ്. ഹരിക്ക് പകരവും നമുക്ക് ഹി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നിലധികം പ്രൊനൗണിൻ്റെ സെൻസ്, നൗണിൻ്റെ സെൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ സീക്വൻസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സീക്വൻസ് ഈ സെൻറ്റൻസ് വായിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ്. അതിലുപരി ഈ സെൻറ്റൻസിൽ സിംഗുലർ സെൻസ് ഓഫ് പ്രൊനൗൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിംഗുലർ സെൻസ് ഓഫ് പ്രൊനൗൺ ഉണ്ടെങ്കിൽ നമ്മളത് ഓർഡർ ചെയ്യേണ്ടത് 2, 3, 1 എന്നായിരിക്കണം. 2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പേഴ്സൺ, 3 തേർഡ് പേഴ്സൺ, 1 ഫസ്റ്റ് പേഴ്സൺ. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഐ, വി. സെക്കൻഡ് പേഴ്സൺ ഏതാണെന്ന് ചോദിച്ചാൽ യു. തേർഡ് പേഴ്സൺ ഏതാണെന്ന് ചോദിച്ചാൽ ഹി, ഷീ, ഇറ്റ്, ദേ. അപ്പോൾ ഇതിനകത്ത് ഓർഡർ ചെയ്യേണ്ടത് ഒരു സിംഗുലർ സെൻസ് ഓഫ് ഒരു ഓർഡർ ചെയ്യുമ്പോൾ, സീക്വൻസ് ചെയ്യുമ്പോൾ സിംഗുലർ സെൻസ് ഓഫ് പ്രൊനൗൺ ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ, കുറച്ചുകൂടെ പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് മീനിങ് സെൻസ് ചെയ്യുന്ന സെൻറ്റൻസ് ആണെങ്കിൽ അതിന് നമ്മൾ ഓർഡർ ചെയ്യേണ്ടത് 2, 3, 1 എന്നായിരിക്കണം. അപ്പോൾ 2 വരുമ്പോൾ സെക്കൻഡ് പേഴ്സൺ. അപ്പോൾ ഈ ഓർഡറിങ്ങിനകത്ത് സെക്കൻഡ് പേഴ്സൺ ഇല്ല. ഓക്കെ, പിന്നെ ഉള്ളത് തേർഡ് പേഴ്സണും ഫസ്റ്റ് പേഴ്സണും. ഓക്കെ, തേർഡ് പേഴ്സൺ ആദ്യം തുടങ്ങിയത് തന്നെ തേർഡ് പേഴ്സൺ അല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ വെക്കാം ജോൺ. പിന്നീട് എന്ത് വെക്കാവും? ഫസ്റ്റ് പേഴ്സൺ. അപ്പോൾ അടുത്ത് വീണ്ടും ഒരു തേർഡ് പേഴ്സൺ കൂടെ കിടക്കില്ല. ഏതാ? ഹരി. അപ്പോൾ അതും എഴുതി. അപ്പോൾ ജോൺ, ഹരി ആൻഡ് ഐ. ഓക്കെ, അപ്പോൾ ജോൺ, ഹരി ആൻഡ് ഐ ഹാവ് ഫിനിഷ്ഡ് അവർ സ്റ്റഡീസ് എന്ന് വെക്കുമ്പോൾ ശരിയാവും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സെക്കൻഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹി, യു ആൻഡ് ഐ ഇങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പേഴ്സൺ ഉണ്ട്, അതിനെ ആദ്യം കൊണ്ടുവരാം. യു, ഹി ആൻഡ് ഐ അങ്ങനെ എഴുതാം. അങ്ങനെ ഓർഡർ ചെയ്യണം. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് സെക്കൻഡ് പേഴ്സണായ യു ഇല്ല. തേർഡ് പേഴ്സൺസും പിന്നെ തേർഡ് പേഴ്സണായ 2 കാര്യങ്ങൾ ഏതാ? ജോണും ഹരിയും. പിന്നെ ഐൻ്റെ ഫസ്റ്റ് സെൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ജോൺ, ഹരി ആൻഡ് ഐ എന്ന് എഴുതി കഴിഞ്ഞാൽ ആ എറർ മാറിക്കിട്ടും. അപ്പോൾ ഫസ്റ്റ് പാർട്ടിലാണ് എറർ ഉള്ളത്. ഓക്കെ, 19th question. The Prime Minister along with his cabinet colleagues have been welcomed by the Chief Minister at a formal ceremony. ഈ സെൻറ്റൻസിൽ അതിൻ്റെ സബ്ജക്റ്റ് പാർട്ട് നോക്കിയാൽ ഇത്രയുമാണ് സബ്ജക്റ്റ് പാർട്ട്. The Prime Minister ഫസ്റ്റ് സബ്ജക്റ്റ്, ഫസ്റ്റ് നൗൺ, along with കൺജങ്ഷൻ ആണ്, കണക്റ്റീവ് ആണ്, ഹിസ് ക്യാബിനറ്റ് കൊളീഗ്സ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കൺജങ്ഷൻ along with ആണ്. അപ്പോൾ ശ്രദ്ധിക്കൂ, along with, together with, as well as much as, rather than, more than. ഇവയെല്ലാം കണക്റ്റീവ്സാണ്. ഇവ ഉപയോഗിച്ച് 2 നൗണിനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സബ്ജക്റ്റ് എന്താണോ ആ ഫസ്റ്റ് സബ്ജക്റ്റ് അനുസരിച്ച് വെർബ് പ്ലേസ് ചെയ്യാവും. ഓക്കെ, along with, together with, as well as much as, rather than, more than ഇവ യൂസ് ചെയ്ത് 2 നൗണിനെ കണക്ട് ചെയ്താൽ ഫസ്റ്റ് സബ്ജക്റ്റ് എന്താണോ അതനുസരിച്ച് വെർബ് കണക്ട് ചെയ്താൽ ഇതിനകത്തുള്ള ഫസ്റ്റ് സബ്ജക്റ്റ് ദ പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ സിംഗുലർ ആണ്. അപ്പോൾ ഇവിടെ വെർബ് ഹാസ് ബീൻ വെൽക്കംഡ് ബൈ ദ
ചീഫ് മിനിസ്റ്റർ എന്ന് വെച്ചാൽ ആ പാർട്ട് ശരിയാകും. അപ്പോൾ ബി പാർട്ടിലാണ് തെറ്റുള്ളത്. ഓക്കെ ഓക്കെ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The 20th question, he is junior than all his friends. ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് പാർട്ട് ഹി ആണ്, ഈസ് മെയിൻ വെർബാണ്. ജൂനിയർ എന്ന് പറയുമ്പോൾ ഒരു കമ്പാരിറ്റീവ് ഡിഗ്രി ആയി ജൂനിയർ ദാൻ എന്നാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ നോർമലി സ്മോളിൻ്റെ കമ്പാരിറ്റീവ് സ്മോളർ ആൻഡ് സൂപ്പർലേറ്റീവ് വരുമ്പോൾ സ്മോളസ്റ്റ് ഇതാണ്. അപ്പോൾ നോർമലി നമ്മൾ ഒരു കമ്പാരിറ്റീവ് ഡിഗ്രിക്കൊപ്പം ദാനാ യൂസ് ചെയ്യുക, സ്മോളർ ദാൻ. പക്ഷേ ജൂനിയർ, സീനിയർ, മേജർ, മൈനർ, പ്രിഫർ, പ്രയർ ഇവയ്ക്കൊപ്പം ടു അപ്ലൈ ആവും. ഓക്കെ, ടു ദാൻ അല്ല, സ്മോളർ ദാൻ ബട്ട് ജൂനിയർ ടു. അപ്പോൾ ഹീ ഈസ് ജൂനിയർ ടു ഓൾ ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ ഓർക്കുക, ജൂനിയർ, സീനിയർ, മേജർ, മൈനർ, പ്രിഫർ, പ്രയർ. എപ്പോഴും എക്സാമിന് വരുന്നത് പ്രിഫറാണ്. ആ സെൻറ്റൻസും ഇങ്ങനെയാണ്. ഐ പ്രിഫർ കോഫി ദാൻ ടീ എന്ന് എഴുതി വെക്കുക. എന്നാൽ ആ ഭാഗത്താണ് തെറ്റ്. എന്താ? ടു. ഐ പ്രിഫർ കോഫി ടു ടീ എന്ന് എഴുതാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, കുറേ ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ്, കുറച്ച് നിങ്ങളുടെ തിങ്കിങ് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്ന് കരുതുന്നു. സോ നമുക്ക് അടുത്ത് ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.